കേരളത്തിലെ ജനങ്ങളോട് കേരളത്തിലെ ഇന്നത്തെ സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾ, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, കാർഷിക മേഖലയുടെ തകർച്ച, അഴിമതി, അക്രമം. കണ്ണൂരിൽ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ മുഖ്യമന്ത്രി പോലും നമ്മളുടെ യുവാക്കളെ പോലീസ് തല്ലിച്ചതച്ചപ്പോൾ അതിന് രക്ഷാപ്രവർത്തനം എന്നാണ് പറഞ്ഞത്. കാപട്യം, നവകേരള സദസ്സിൻ്റെ ആൾ. അതുപോലെ ശബരിമല കൊള്ള നടത്തിയെന്ന് മാത്രമല്ല, കൊള്ളക്കാരെ നിയമപരമായിട്ട് എന്തെല്ലാം പഴുതുകളുണ്ടാക്കി അവർക്ക് സംരക്ഷണം കൊടുക്കുക, അവരെ ജാമ്യത്തിലിറക്കി, ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാതെ. പാർട്ടി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. കുഞ്ഞികൃഷ്ണനെ പുറത്താക്കാൻ കുഞ്ഞികൃഷ്ണൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മതിയായിരുന്നെങ്കിൽ ശബരിമല സ്വർണം കവർന്നെടുത്ത കേസിലെ പ്രതികൾ മാസങ്ങൾ ജയിലിൽ കഴിഞ്ഞിട്ടും അവരെ പാർട്ടിയിൽ നിന്ന് ഒരു സസ്പെൻഷൻ പോയിട്ട് ഒരു ഷോക്കോസ് നോട്ടീസ് പോലും കൊടുത്തിട്ടില്ല. ഇപ്പോഴും പുറത്താക്കിയിട്ടില്ല. മാറ്റി നിർത്തിയെന്ന അതിൻ്റെ അർത്ഥം തന്നെ ഇതുവരെ ഇപ്പം അകറ്റി നിർത്തിയെന്ന, അപ്പോൾ ഇതുവരെ അടുപ്പിച്ച് നിർത്തിയെന്ന അതിൻ്റെ അർത്ഥം. അതൊരു അഭ്യാസമല്ലേ, ഒരു കാപട്യമല്ലേ. അതുകൊണ്ട് ഈ കാപട്യത്തിനെതിരെ CPM അണികൾ ഉൾപ്പെടെ ഒരു ഭരണമാറ്റത്തിന്, സച്ചിദാനന്ദൻ പറഞ്ഞതുപോലെ, സാറാ ജോസഫ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഒരു ഭരണമാറ്റത്തിന് അനുകൂലമായി പോളിംഗ് ബൂത്തിൽ പോയി UDF-നെ ജയിപ്പിക്കണം എന്നാണ് എനിക്ക് കേരളത്തിലെ വോട്ടർമാർ. അവസാന ചോദ്യം, അങ്ങയുടെ കണക്കിൽ എത്ര സീറ്റ് UDF? അത് ഞാൻ കൃത്യം പറയുന്നില്ല, എന്നാലും 100-ൽ കൂടുതൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.